വിശുദ്ധ റമളാനിൽ പ്രാർത്ഥിക്കുന്നവരോട് ഞാൻ പറയട്ടെ, ഉത്തരം കിട്ടുന്ന ഒരുപാട് സന്ദർഭങ്ങൾ റമളാനിലുണ്ട്. ആ സന്ദർഭങ്ങളൊക്കെ നമ്മൾ മുതലാക്കേണ്ടതുണ്ട്. നോമ്പുകാരൻ നോമ്പ് തുറക്കുന്ന നേരത്ത് ആദ്യം എന്താണോ ചോദിക്കുന്നത്, ആ ചോദ്യത്തിന് ഉത്തരമുണ്ട്. അത്തായം കഴിച്ചിരിക്കുന്നവൻ ചോദിക്കുന്ന ചോദ്യത്തിനും ഉത്തരമുണ്ട്. ഖുർആനോദി കഴിയുന്നവൻ ചോദിക്കുന്ന ചോദ്യത്തിനും ഉത്തരമുണ്ട്. ഖത്മു തീർത്തിരിക്കുന്നവൻ ചോദിക്കുന്ന ചോദ്യത്തിനും ഇജാബത്തുണ്ട്. ഇങ്ങനെ 100 കൂട്ടം നല്ല അവസരങ്ങൾ വരുന്ന ഒരു സംഗമകാലമാണ് വിശുദ്ധ റമളാനിന്റെ കാലം. നമ്മളത് ലാഘവത്തോടെ കാണരുത്. അതിന്റെ മഹത്വമാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. അവ്വലുഹു റഹ്മത്തുൻ, ആ മാസത്തിലെ ആദ്യത്തെ 10 ദിനം റഹ്മത്തിന്റെ 10ആണ്. അള്ളാഹുവിൽ നിന്ന് റഹ്മത്ത് ചോദിച്ചു വാങ്ങേണ്ട 10ആണ്. അള്ളാഹു തആലയോട് ചോദിക്കുന്ന ചോദ്യം അള്ളാഹു തആല തട്ടാത്ത രീതിയിൽ അള്ളാഹു റഹ്മാനാണെന്ന നിലക്ക് ചോദിച്ചുകൊണ്ട് നമ്മൾ ഉത്തരം വാങ്ങണം. ചോദിക്കുന്നിടത്ത് കൽബ് തുറന്ന് ചോദിക്കണം. അപ്പോൾ ആ ചോദ്യം കൊണ്ട് കിട്ടണം എന്ന് വെച്ച് ചോദിക്കുമ്പോ എല്ലാ ചോദ്യം അങ്ങനെ കിട്ടണം എന്നുള്ള നീയത്തോടുകൂടെ ചോദിക്കുമ്പോ ഒരു ചോദ്യം അള്ളാഹു തആല തട്ടും. ചിലപ്പോ കുറച്ചങ്ങോട്ട് താമസം ഉണ്ടാകും, അത്രേ ഉള്ളൂ. അത് അത്രയും തോനെ ചോദിക്കാനാണ്. തോനെ ചോദിക്കുമ്പോ അള്ളാഹു തആലക്ക് ഇത് ചോദിച്ചതിനേക്കാളും അപ്പുറം തരാനായിരിക്കും ഒരു പക്ഷേ തോനെ ചോദിപ്പിക്കുന്നത്. അങ്ങനെ ഉണ്ടാവും. കുറച്ച് തോനെ തരാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി തോനെ ചോദിക്കട്ടെ എന്ന് അള്ളാഹു തആല നിശ്ചയിക്കാം. അപ്പൊ ഇയാള് ഇങ്ങനെ കേണപേക്ഷിച്ച് ഇങ്ങനെ ചോദിക്കുമ്പോ അള്ളാഹു തആലക്ക് അയാളെ ചോദ്യം വല്ലാത്ത ഇഷ്ടം. നമ്മളല്ലേ തോനെ ചോദിക്കുമ്പോ അല്ലെങ്കിൽ ആവർത്തിച്ച് ചോദിക്കുമ്പോൾ ചോദിച്ചതിനെ ചോദിക്കുമ്പോ ഒരു വിഷമം ഞമ്മക്കല്ലേ. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുലിഹീന ഫിദ്ദുആ, അള്ളാഹു ഇഷ്ടപ്പെടുന്നത് ദുആയിൽ കീർത്തിക്കുന്ന ആളുകളെയാണ്. തരണം അല്ലാ, തന്നെ പറ്റൂ അല്ലാ, നീ തന്നേ തീരുവല്ല, നീ റഹ്മാനാണ്, എനിക്ക് നീ തന്നേ പറ്റൂ. ഈ ചോദ്യം അല്ലാഹു തആലക്ക് ഇഷ്ടാണ്. നമ്മൾ സുബഹി നിസ്കാരം കഴിഞ്ഞ് കട്ടൻ ചായ കുടിച്ച് വീട്ടിലിരിക്കുമ്പോ ഒരു ടീം വന്നു നമ്മളെ വീട്ടിക്ക്. അവര് വന്നിട്ട് ഒരു മുറാദൊക്കെ പറഞ്ഞു. ശരി നോക്കാന്ന് പറഞ്ഞു. തൽക്കാലം ഒരു സലാം പറഞ്ഞു പോയി. 2 ദിവസം കഴിഞ്ഞപ്പോ പിന്നെ ഒരു വരാണ്. പടച്ചോനെ ആല് അറ്റങ്ങൾ ഇഞ്ഞും വരുന്നുണ്ടല്ലോ. നമ്മളിങ്ങനെ പതുക്കെ മന്ത്രിക്കാൻ തുടങ്ങി. ഓല് വന്ന് അതേ മുറാദ് പിന്നെ ആവർത്തിച്ചു പറഞ്ഞു. അങ്ങനെ ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ് ഞാനൊരാഴ്ച കൊണ്ട് എന്തെങ്കിലും തീരുമാനം പറയാന്ന് പറഞ്ഞപ്പോ ഒരാഴ്ച കണക്കാക്കി പിന്നെ ഓല് വന്നു. അപ്പൊ പിന്നെ നമ്മളെ അവസ്ഥ നേരത്തെ ഉള്ളതിൽ നിന്ന് മാറാൻ പോകുക. ഇപ്പൊ നിങ്ങൾ കണ്ടോ, 2 വട്ടം വന്ന് 3-ാം വട്ടം വരുമ്പോഴേക്ക് നമ്മുടെ അവസ്ഥ മാറില്ലേ?